നമ്മുടെ മോഡൽ എക്സാമിന് ഇനി അധികം സമയമൊന്നും ബാക്കിയില്ല. അപ്പം ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിച്ച് തീർക്കാനുണ്ട്. മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കുന്ന സമയത്ത് എക്സാമുകൾ തമ്മിൽ എന്തില്ല, തീരെ ഗ്യാപ്പില്ല. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ, അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യം ഒരു 2 ആഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് തീർക്കാനുള്ള ഒരു ടൈമുള്ളൂ. അപ്പോൾ ആ ടൈം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാനും ഡോണാമിസും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ഗെയിമിലൂടെ എല്ലാ ചാപ്റ്റേഴ്സും, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും ഒരു തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയുള്ള ഒരു ടൈം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യാമെന്നാണ്. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഏരിയയിലാണ് വീക്ക് ആയിട്ടുള്ളത്, ഏത് ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും അക്കൗണ്ടൻസി ഡിഫിക്കൽട്ട് ആകണമെന്നില്ല. ചിലർക്ക് ഇക്കണോമിക്സ് ആവാൻ ഡിഫിക്കൽട്ട്, ചിലർക്ക് തിയറി പേപ്പർ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആകാൻ ഡിഫിക്കൽട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം, നമ്മൾ കുറേ എക്സാംസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ എൻ്റെ ഗെയിമിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സാം എഴുതി നോക്കിയിട്ട് നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്ട്രോങ്, നിങ്ങൾ ഏത് ഏരിയയിലാണ് വീക്ക്, നിങ്ങൾ എവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മിസ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. കാരണം എക്സാം പാറ്റേണിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. കാരണം ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ +1 നമുക്ക് 17 ചാപ്റ്ററും, +2 നമുക്ക് 6ഉം 5ഉം 11 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഓരോ ചാപ്റ്റർ റിവിഷൻ കണ്ടിട്ട് അതിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എക്കണോമിക്സിൽ ഒരുപാട് ഡയഗ്രങ്ങളും ഇക്വേഷൻസും ഒക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിസ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, ഏതൊക്കെ ലെവലിൽ ചോദ്യം ചോദിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി തന്നെ വർക്കൗട്ട് ചെയ്യുക, അടിപൊളിയാക്കുക. അങ്ങനെ അപ്പോൾ ഈ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പഠിത്തം നിങ്ങൾ നോക്കണം, ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് എന്തായാലും കൂടുതൽ ടൈം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്യും. അപ്പോൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളൊരു കാര്യം. അതായത് കൃത്യമായിട്ട് ഫുഡ് ടൈമിൽ കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതുപോലെ നന്നായിട്ട് ഉറങ്ങുക. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയധികം ചാപ്റ്റേഴ്സും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കുറേ അധികം സ്ട്രെസ്സ് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ എക്സാമിന് തലേന്നിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ. അവർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെന്തായാലും എക്സാമിൻ്റെ തലേന്ന് നടക്കില്ല. ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തലേന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അതും നടക്കില്ല. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലേ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സും സിലബസും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട്, നിങ്ങൾക്കുള്ള അടിപൊളി സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ സൈലം ടീം എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സസും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു സജഷൻ, മിസ് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമോ, ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ്ലി ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സജഷൻസ് നമുക്ക് എടുത്തിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനത്തെ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.